നടപ്പാലം പ്രളയം കൊണ്ടുപോയിട്ട് കൊല്ലം മാറായിട്ടും പുഞ്ചക്കൊല്ലി കോളനിക്കാർക്ക് മഴക്കാലത്ത് ആശ്രയം ചങ്ങാടം തന്നെ. 2019 പ്രളയത്തിലാണ് പുന്നംപുഴയിലെ പുഞ്ചക്കൊല്ലി പാലം തകർന്നത്. വഴിക്കടവിന്റെ ഉൾവനത്തിലുള്ള പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ കോളനികളിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് മഴക്കാലം കടുത്ത യാത്രാ ദുരിതത്തിന്റേതു കൂടിയാണ്. പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന ഇരുമ്പ് നടപ്പാലം മലവെള്ളപ്പാച്ചിലിൽ തകർന്നിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. പാലം പുനർനിർമ്മിച്ചു നൽകാമെന്ന അധികാരികളുടെ വാഗ്ദാനത്തിനും അതേ പ്രായം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വെള്ളത്തിന്റെ കുത്തിയൊഴുക്ക് മൂലം ഭക്ഷണ സാധനങ്ങൾ പോലും വാങ്ങാൻ സാധിച്ചില്ലെന്ന് ആദിവാസികൾ പറയുന്നു. പുകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പുകലൊക്കെ മുറുക്കാർക്കൊക്കെ ഞങ്ങളൊക്കെ മുറുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കുടുങ്ങിയാല് ചടങ്ങ് കടക്കാതെ ആയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞു. പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ യാത്രയ്ക്കായാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പാലം നിർമ്മിച്ചത്. പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചു വരുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കോളനിക്കാരുടെ ഏക ആശ്രയവും ഈ പാലം തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും കൂടിയിട്ട് സർക്കാർ 4 മുറുക്കം ചേർക്കാറുണ്ട് ഞങ്ങളെ നോക്കാൻ. നിങ്ങൾ എന്തിനാ നോക്കാത്തതെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ പാലത്തിന്റെ പണി ഞങ്ങൾ ഇവിടെ ചെയ്തു തരും എന്ന് അവർ പറഞ്ഞു. പാലം തകർന്നതോടെ ആദിവാസികൾ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ചങ്ങാടങ്ങളിലാണ് കുറെ കാലമായി പുന്നപ്പുഴ കടക്കുന്നത്. പുഞ്ചക്കൊല്ലിയിൽ 65ഉം അളക്കലിൽ 36 കുടുംബങ്ങളാണുള്ളത്. ഇവർക്ക് റേഷൻ കടയിൽ പോകാനും ആശുപത്രിയിൽ പോകാനുമെല്ലാം ഈ പുഴ കടക്കണം. വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ പുഞ്ചക്കൊല്ലിയിൽ ആദിവാസികൾക്ക് മറ്റൊരു ദുരിതകാലം കൂടി വരവായി. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രയാസങ്ങൾക്ക് മുന്നിൽ വാഗ്ദാന പെരുമഴകൾ മാത്രം തിമിർത്തു പെയ്യുന്നു. ക്യാമറമാൻ നവീലിനൊപ്പം നിലമ്പൂരിൽ നിന്നും സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.